ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നുമില്ല, അതായത് ഏകദേശം 16-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും ഒരു പുതിയൊരു ക്ലാസ് രൂപപ്പെടുകയാണ്. ഓക്കെ, അതായത് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ക്ലാസ് രൂപപ്പെടുകയാണ്. അതെങ്ങനെയാണ് ആ ക്ലാസ് ഇംഗ്ലണ്ടിൽ രൂപപ്പെട്ടത് ഇത്തരത്തിലുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളായിട്ട് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പോവുകയാണ്. ഓക്കെ, മനസ്സിലായല്ലോ? അതായത് ഇംഗ്ലണ്ടിൽ 16-ാം നൂറ്റാണ്ടാകുമ്പോഴേക്കും എന്താണ്, ഒരുപാട് പേര് വില്ലേജസിലും ചെറിയ വില്ലേജിലും അങ്ങനെയൊക്കെ ആയിരുന്നു അവർ എന്ത് ചെയ്ത് വന്നത്, താമസിച്ചു വന്നത്. പക്ഷെ അതായത് അവരുടെ ഉപജീവന മാർഗം എന്ത് മാത്രമായിരുന്നു? ഫാർമിംഗ്, കൃഷി മാത്രമായിരുന്നു അന്നത്തെ ആ 16-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഇംഗ്ലണ്ടിലെ ജനങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറഞ്ഞു. എന്നാൽ ഈ ടൂഡർ ഡൈനാസ്റ്റി അഥവാ ടൂഡർ മൊണാർക്കിയുടെ വരവോടുകൂടി തന്നെ കുറച്ച് വലിയ ടൗണുകളൊക്കെ എന്താവാൻ തുടങ്ങി, നിർമ്മിക്കാൻ തുടങ്ങി. മനസ്സിലായല്ലോ? ഇതോടുകൂടി തന്നെ എന്തായി, ഇംഗ്ലണ്ടിലെ ഇൻഡസ്ട്രി കുറെ കൂടി മെച്ചപ്പെടാൻ തുടങ്ങി. അങ്ങനെ മെച്ചപ്പെട്ട് പതിയെ ഇംഗ്ലണ്ടിലെ എക്കണോമിക് സ്റ്റെബിലിറ്റി കുറച്ച് കൂടാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇൻഡസ്ട്രികൾ വളരാൻ തുടങ്ങി. എപ്പോ? ഈ ടൂഡർ മൊണാർക്കിയുടെ വരവോട് ശേഷം. ഏത് കാലഘട്ടത്താ? 16-ാമത്തെ നൂറ്റാണ്ടിലാണ്. ഓക്കെ, മനസ്സിലായത്? നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ടൂഡർ ഡൈനാസ്റ്റി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഒരു പുതിയൊരു ക്ലാസ് രൂപപ്പെട്ടത് എങ്ങനെയാന്നല്ലേ. അതിനു മുൻപ് തന്നെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ക്ലാസ്സുകൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണ്ടേ? നമുക്കിനി അത് നോക്കാം. അതായത് അക്കോർഡിംഗ് ടു ടൂഡർ സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നാല് വലിയ ക്ലാസ്സുകളായിരുന്നു അന്നത്തെ സൊസൈറ്റിയിൽ എന്ത് ചെയ്തിരുന്നത്, നിലനിന്നിരുന്നത്. അതിലെ ഒന്നാമത്തെ തട്ടിൽ, അതായത് ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആരായിരുന്നു? നോബിലിറ്റി അഥവാ നോബിൾമാൻ എന്നൊക്കെ നമുക്ക് വിളിക്കാം. നോബിലിറ്റി ഇവരെന്ന് പറഞ്ഞാൽ ഇവര് അത്യാവശ്യം ഒരുപാട് ലാൻഡ്, ഭൂമി കൈകാര്യം അഥവാ ഭൂമി സ്വന്തമായിട്ടുള്ള ആൾക്കാരാണ് ഈ നോബിലിറ്റി. അതേപോലെ തന്നെ they were well educated, അവർക്ക് അത്യാവശ്യം എന്തുണ്ട്, വിദ്യാഭ്യാസവും ഉണ്ട്. അതേപോലെ തന്നെ ഇവർ ഒരുപാട് ഇപ്പൊ ഉള്ളതിൽ വെച്ചിട്ട് ഒരുപാട് ഭൂമി സ്വന്തമാക്കി നിൽക്കുന്ന ആൾക്കാരാണ് നോബിലിറ്റി. ഇവരാണ് ആദ്യത്തെ ക്ലാസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഇനി രണ്ടാമതായിട്ട് വരുന്നത് ആരാണ്? റിച്ച് മെർച്ചന്റ്സ്, പണക്കാരായിട്ടുള്ള മെർച്ചന്റുകളാണ് തൊട്ടു താഴെ രണ്ടാമത്തെ സ്ഥാനത്ത് നിന്നിരിക്കുന്നത്. അതായത് ഈ മെർച്ചന്റുകൾക്കും എന്തുണ്ട്, കുറച്ച് ഭൂമിയൊക്കെ സ്വന്തമായിട്ടുണ്ട്. മനസ്സിലായല്ലോ? സ്വന്തമായിട്ട് കുറച്ച് ഭൂമിയൊക്കെ ഉണ്ട്. മാത്രമല്ല ഇതിൽ ഒരുപാട് പേര് എന്തെന്നെയാണ്, നോബിൾസിനെ പോലെ ലാൻഡ് ഒന്നും ഇല്ലെങ്കിലും മെർച്ചന്റ്സ്, കുറച്ച് റിച്ച് ആയിട്ടുള്ള മെർച്ചന്റ്സിന്റെ കയ്യിലും ലാൻഡ് ഉണ്ട്. അതേപോലെ തന്നെ ഇവർ അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിരുന്നു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം മൂന്നാമത്തെ തട്ടിലുള്ളത് യോമൻ ആൻഡ് ക്രാഫ്റ്റ്സ്മെൻ. ഓക്കെ, ഈ ക്രാഫ്റ്റ്സ്മെനും യോമനും ആണ് മൂന്നാമത്തെ തട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ക്രാഫ്റ്റ്സ്മാനും എന്ത് തന്നെയാണ്, അത്യാവശ്യം ഈ കൂട്ടങ്ങളിൽ, ഇത് യോമൻസിന്റെയും ക്രാഫ്റ്റ്സ്മാൻസിന്റെയും കൂട്ടങ്ങളിൽ കുറച്ചു പേർക്കൊക്കെ എന്തുണ്ട്, കുറച്ചധികം മോശമല്ലാത്ത തരത്തിൽ എന്തുണ്ട്, ലാൻഡ്, ഭൂമി സ്വന്തമായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ കുറെ പേരെങ്കിലും, ഈ ക്രാഫ്റ്റ്സ്മാൻ, യോമൻ എന്ന് പറഞ്ഞ ഈ ക്ലാസ്സിൽ കുറെ പേരെങ്കിലും എന്താണ്, അത്യാവശ്യം എന്തെന്നെയായിരുന്നു, എഡ്യൂക്കേറ്റഡ് തന്നെയായിരുന്നു. ഓക്കെ, സോ ഇവരാണ് മൂന്നാമത്തെ ക്ലാസ്. ഇനി നാലാമത്തെ ക്ലാസ് നമുക്ക് നോക്കുകയാണെങ്കിൽ ആരാണ്? they were tenant farmers, അവര് കർഷകരായിരുന്നു. മനസ്സിലായി? അഥവാ വേജ് ലേബേഴ്സ്, കൂലിക്ക് പണിയെടുക്കുന്ന കർഷകരായിരുന്നു ഇതിന്റെ നാലാമത്തെ ഏറ്റവും അടിയിലുള്ള ക്ലാസ് എന്ന് പറയുന്നത്. അതായത് കൂലിക്ക് പണിയെടുക്കുന്ന ലേബേഴ്സ്, അവരായിരുന്നു നാലാമത്തെ ക്ലാസ്. ഇങ്ങനെയായിരുന്നു ഈ ടൂഡർ ഡൈനാസ്റ്റി അഥവാ ടൂഡർ മൊണാർക്കിയിൽ ഉണ്ടായിരുന്ന നിലനിന്നിരുന്ന
tudor സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന 4 ക്ലാസുകൾ. ഓക്കെ, ഇതൊന്നും കൂടാതെ പുതിയൊരു ക്ലാസ് രൂപപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ഏതാണ്? മിഡിൽ ക്ലാസ്. ഇത് 4മല്ലാത്ത മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ക്ലാസ് കൂടി ഇവിടെ എമേർജ് ചെയ്ത് വരികയാണ്. അതെങ്ങനെയാണ് ഇവിടെ എമേർജ് ചെയ്ത് വന്നത്? എങ്ങനെയാണ് ഇപ്പോൾ പുതിയ ക്ലാസ് പെട്ടെന്ന് അങ്ങോട്ട് രൂപം കൊള്ളുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി നോക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ക്ലാസ് രൂപം കൊള്ളാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം വഹിച്ചത് ആരാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആണ്. മനസ്സിലായല്ലോ? അതായത് ആക്ച്വലി ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? അതായത് ടെക്നോളജിയുടെ വളർച്ച. മനസ്സിലായല്ലോ? ടെക്നോളജിയുടെ വളർച്ചയും അതേപോലെ തന്നെ മെഷീൻസിന്റെ ഉപയോഗങ്ങൾ. മനസ്സിലായല്ലോ? മെഷീൻസിന്റെ ഉപയോഗങ്ങൾ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്ത് വരികയും ഇത്തരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഇംഗ്ലണ്ടിൽ കണ്ടപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ. അതായത് ഇതോടുകൂടി ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടുകൂടി ഒരുപാട് ഓർഗനൈസേഷൻസും അതേപോലെ തന്നെ ഒരുപാട് ടെക്നോളജീസും എല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? വളരാൻ തുടങ്ങി. അത് നല്ല രീതിക്ക് തന്നെ ഇംഗ്ലണ്ടിനെ ബാധിച്ചിരുന്നു. മനസ്സിലായല്ലോ? സോ ആക്ച്വലി ഇതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇനിയിപ്പോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നപ്പോ എങ്ങനെ ഇവിടെ പുതിയൊരു ക്ലാസ് രൂപം കൊള്ളുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിയുടെയും ഓർഗനൈസേഷന്റെയും വളർച്ചയോടുകൂടി എന്ത് ചെയ്തു? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 4 ക്ലാസ്സുകൾ ഉണ്ടല്ലോ, ഈ 4 ക്ലാസ്സുകളുടെ ഇടയിലുള്ള ഏതോ ഒരു ക്ലാസ് ഒരു പുതിയ രൂപം കൊണ്ട്, അതായത് അവർക്ക് കുറച്ച് ടെക്നോളജീസ് ഒക്കെ വളർന്നപ്പോൾ അവരുടെ കയ്യിൽ കുറച്ച് എന്ത് കിട്ടി? പൈസ വന്ന് അല്ലെ? അവർ കുറച്ചുകൂടി എന്തായി? കുറച്ചൊന്ന് സെറ്റിൽ ആവാനുള്ള പൈസ ഒക്കെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടി ആർക്ക് കിട്ടി? ഈ മിഡിൽ ക്ലാസ് പീപ്പിൾസിന് കിട്ടി. അങ്ങനെയാണ് ആ ജനങ്ങൾ, അതായത് നിലനിന്നിരുന്ന ഈ സൊസൈറ്റിയിൽ നിലനിന്നിരുന്ന ഈ 4 ക്ലാസ്സിലെ ജനങ്ങൾ തന്നെയാണ് പിന്നീട് ഒരു മിഡിൽ ക്ലാസ് ആയിട്ട്, മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ പുതിയൊരു ക്ലാസ് ആയിട്ട് ഇവിടെ എമേർജ് ചെയ്ത് വന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? അതായത് ഈ 4 ക്ലാസ്സുകൾ നിലനിൽക്കുമ്പോൾ തന്നെ ആയിരുന്നു എന്ത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടെക്നോളജികളുടെയും മെഷീനിന്റെയും അതേപോലെ ഓർഗനൈസേഷന്റെ ഒക്കെ വളർച്ചയാണ്. അപ്പൊ വളർച്ച എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? ഗ്രേറ്റ് എക്കണോമിക് പവർ അറ്റൈൻ ചെയ്യും അല്ലെ? എക്കണോമിക് പവർ കുറച്ചുകൂടി കൂടും. അങ്ങനെ കൂടിയപ്പോൾ ഈ 4 ക്ലാസ്സിലുള്ള ഏതോ ഒരു ക്ലാസ്സിലെ ജനങ്ങൾക്ക് എന്തായി? ജനങ്ങൾ എക്കണോമിക് പവർ കുറച്ച് കൂടിയപ്പോ പുതിയൊരു ക്ലാസ് ആയിട്ട് മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഇംഗ്ലണ്ടില് രൂപം കൊണ്ടു. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ ഒരു ക്ലാസ് രൂപം കൊണ്ടത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കാം. അതായത് 18ാമത്തെ നൂറ്റാണ്ട്. ഓക്കെ, അതായത് 18ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗമായപ്പോഴേക്കും മെക്കാനിസേഷൻ, ഓക്കെ, അതായത് മെക്കാനിസത്തിന്റെ വളർച്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇത് എന്തിനെ തുടർന്നുകൊണ്ടാണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ തുടർന്നുകൊണ്ടാണ്. ഓക്കെ, ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓർഗനൈസേഷൻസും ടെക്നോളജീസും മെഷീൻസിന്റെ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ കുത്തനങ്ങോട്ട് വളരുകയും അത് നല്ല രീതിക്ക് തന്നെ ഇംഗ്ലണ്ടിനെ ബാധിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഞാനിപ്പോ പറഞ്ഞത്. 18ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗമായപ്പോഴേക്കും ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മൂലം എന്താണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മൂലം മെക്കാനിസേഷൻ, ഓക്കെ, മെക്കാനിസേഷൻ അതായത് മെഷീൻസിന്റെ ഉപയോഗം കൂടി വന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇതൊന്നും കൂടാതെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മൂലം ഉണ്ടായ ടെക്നിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ചേഞ്ചസ് നമുക്ക് നോക്കാനുണ്ട്. നമുക്ക് അത് നോക്കിയാലോ? ഓക്കെ, ഏതൊക്കെ തരത്തിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അന്നത്തെ കാലത്തെ ടെക്നോളജിയെ ബാധിച്ചത് എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് നോക്കാം. അതായത് ബേസിക് മെറ്റീരിയൽസ് ആയ ഇരുമ്പ്, അതേപോലെ തന്നെ സ്റ്റീല്, ഇതിന്റെയൊക്കെ ഉപയോഗം ഇതിന്റെയൊക്കെ ഉപയോഗം വർദ്ധിച്ചു വന്നു അല്ലെ? കാരണം നമുക്ക് മെഷീൻസ് ഉണ്ടാക്കാൻ സ്റ്റീലും ഇരുമ്പും ഒക്കെ ആവശ്യമാണ്. ഓക്കെ, സോ അതാണ് ഞാൻ പറഞ്ഞത്. ഇരുമ്പിന്റെയും സ്റ്റീലിന്റെയും ഉപയോഗം എന്ത് ചെയ്തു വന്നു? കൂടി വന്നു. മാത്രമല്ല അടുത്ത് നോക്കാം, പുതിയ തരം എനർജീസ്, അതായത് എനർജി റിസോഴ്സസ് ആയ അതിപ്പോ ഫ്യൂവൽ ആയിക്കോട്ടെ, അതേപോലെ തന്നെ മോട്ടീവ് പവർ ആയിക്കോട്ടെ, അതുപോലെ അതായത് മോട്ടീവ് പവർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ?
കോള്, കരിക്കട്ട. സോ ഇത്തരത്തിലുള്ള ഇത് കരിക്കട്ട എങ്ങനെയുള്ളതായിക്കോട്ടെ, മാത്രമല്ല അത് ഫ്യൂവൽ എന്നുള്ള രൂപത്തിലായിക്കോട്ടെ, ഇതെല്ലാം തന്നെ എന്ത് ചെയ്തു, ഇവയുടെയൊക്കെ ഉപയോഗം കൂടി വന്നു. ഓക്കെ, രണ്ടാമതായി നമുക്ക് മൂന്നാമത്തെ നോക്കാം. അതായത് പുതിയ മെഷീൻസിന്റെ കണ്ടുപിടുത്തങ്ങൾ. മനസ്സിലായോ? പുതിയ മെഷീൻസിന്റെ കണ്ടുപിടുത്തങ്ങൾ, അതേപോലെ തന്നെ അവയുടെ നല്ല രീതിക്കുള്ള ഉപയോഗങ്ങളെല്ലാം തന്നെ വർദ്ധിച്ചു വന്നു. അതായത് സ്പിന്നിങ് ജെന്നി, അതുപോലെ തന്നെ പവർ ലൂം, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ പുതിയതായി എസ്റ്റാബ്ലിഷ് ചെയ്ത അഥവാ നിർമ്മിച്ച മെഷീൻസ് ആണ്. സോ അതിന്റെ ഒക്കെ ഉപയോഗങ്ങൾ കൂടി വന്നു. ഇനി നമുക്ക് നോക്കാം. അതായത് പുതിയൊരു വർക്കിംഗ് സിസ്റ്റം. അതായത് ഫാക്ടറികളുടെ നിർമ്മാണം അഥവാ ഫാക്ടറിയിൽ നിന്നുകൊണ്ട് വർക്ക് ചെയ്യുക എന്നുള്ള ആ ഒരു സിസ്റ്റവും ഇവിടെ എന്തായി, ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടി ഇവിടെ ഡെവലപ്പായി വന്നു. നമുക്കിനി അടുത്ത് നോക്കാം. അതായത് ട്രാൻസ്പോർട്ടേഷനിലും അതേപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. മനസ്സിലായല്ലോ? അതായത് ഓട്ടോമൊബൈൽ, എയ്റോപ്ലെയിൻ, ഇത്തരത്തിലുള്ള അതായത് ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷനും ആവശ്യമായിട്ടുള്ള ഒരുപാട് ടെക്നോളജീസ് എന്ത് ചെയ്തു വന്നു, വളർന്നു വന്നു. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നോക്കാം. ഇൻഡസ്ട്രിയിൽ ശാസ്ത്രത്തിന്റെ വളർച്ച, സയൻസിന്റെ വളർച്ച അഥവാ സയൻസിന്റെ ഇൻഫ്ലുവൻസ് കൂടി വന്നു. ദിനം പ്രതി സയൻസ് ഇൻഡസ്ട്രിയില് സയൻസിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൂടി വന്നു. മനസ്സിലായല്ലോ? ഇത്തരത്തിൽ മാത്രമല്ല ഇവിടെ ഇതോടുകൂടി വലിയ രീതിക്ക് തന്നെ എക്കണോമിക് ചേഞ്ചസ് നമുക്ക് ഇംഗ്ലണ്ടിൽ കാണാൻ സാധിച്ചിരുന്നു. മനസ്സിലായോ? അത്യാവശ്യം സ്റ്റേബിൾ ആയി മാറി എന്ത്, ഇംഗ്ലണ്ട്. മനസ്സിലായല്ലോ? സോ ഇതൊക്കെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം അഥവാ ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടി ഇംഗ്ലണ്ടിൽ വന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടനുബന്ധിച്ച് ഒരുപാട് ഡിസ്കവറീസ് നടന്നിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടന്നിട്ടുണ്ട്. അതിപ്പോ എല്ലാ രീതിക്കും ഒരുപാട് കണ്ടുപിടുത്തം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇൻഡസ്ട്രിയിൽ എന്താണ്, സയൻസിന്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാമായിരുന്നു എന്ന്. ഇതിനെ തുടർന്ന് തന്നെ ഒരുപാട് ഡിസ്കവറീസ് ഉണ്ട്. ഇനി ഏതൊക്കെയാണ് ഡിസ്കവറീസ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നല്ലോണം മനപ്പാഠം പഠിക്കുക തന്നെ വേണം. അതായത് എന്തൊക്കെയാണ് ഡിസ്കവറീസ്, ആരാണ് കണ്ടുപിടിച്ചത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ പവർ ലൂം. ഓക്കെ, അതായത് എഡ്മണ്ട് കാർട്ട്റൈറ്റ്സിന്റെ പവർ ലൂം. ഓക്കെ, അദ്ദേഹം എന്ത് കണ്ടുപിടിച്ചു, പവർ ലൂം കണ്ടുപിടിച്ചു ഈ കാലഘട്ടത്തിൽ. അതേപോലെ ഇനി അടുത്തതാണ് ജെയിംസ് വാട്ട് കണ്ടുപിടിച്ച സ്റ്റീം എഞ്ചിൻ. മനസ്സിലായല്ലോ? സ്റ്റീം എഞ്ചിൻ കണ്ടുപിടിച്ചത് ആരാണ്, ജെയിംസ് വാട്ട്. ഇനി നമുക്ക് നോക്കാം സ്മെൽറ്റിംഗ് അയൺ. ഓക്കെ, അബ്രഹാം ഡാർബിയാണ് സ്മെൽറ്റിംഗ് അയൺ കണ്ടുപിടിച്ചത്. എന്താണ് ഈ സ്മെൽറ്റിംഗ് അയൺ എന്ന് പറഞ്ഞാൽ, അയൺ ഇരുമ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പുതിയ പ്രോസസ് അഥവാ ഒരു പുതിയ രീതിയാണ് ഈ സ്മെൽറ്റിംഗ് അയൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ അബ്രഹാം ഡാർബിയാണ് ഈ ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. ഇനി നമുക്ക് നോക്കാം സ്റ്റീം ട്രെയിൻ. ഓക്കെ, സ്റ്റീം ട്രെയിൻ കൊണ്ടുവന്ന റിച്ചാർഡ് ട്രെവിത്തിക്. ഓക്കെ, റിച്ചാർഡ് ട്രെവിത്തിക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഇവിടെ എന്തുകൊണ്ട് സ്റ്റീം ട്രെയിൻ കൊണ്ടുവന്നത്. മനസ്സിലായല്ലോ? മാത്രമല്ല മെഷീൻ ടൂൾസ്, അതായത് ഈ ഒരു കാലഘട്ടത്തെ മെഷീൻ ടൂൾസ്, ഒരുപാട് മെഷീൻ ടൂൾസിന്റെ ഡിസ്കവറീസ് നമുക്ക് കാണാമായിരുന്നു. ഓക്കെ, അതായത് ഇനി നോക്കാം കെമിക്കൽസ്. അതായത് സൾഫ്യൂരിക് ആസിഡ്, അതുപോലെ തന്നെ സോഡിയം കാർബണേറ്റ്, ഇത്തരത്തിലുള്ള ഒരുപാട് കെമിക്കൽസ് ഡിസ്കവർ ചെയ്ത ഒരു കാലഘട്ടം കൂടിയായിരുന്നു ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടനുബന്ധിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതായത് ഇന്ന് നമ്മൾ കാണുന്ന സൾഫ്യൂരിക് ആസിഡും അതുപോലെ തന്നെ സോഡിയം കാർബണേറ്റും എല്ലാം തന്നെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനോടനുബന്ധിച്ചിട്ടാണ് ഡിസ്കവറി ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം സിമെന്റ്. ഓക്കെ, സിമെന്റ് അഥവാ സിമെന്റിന്റെ യഥാർത്ഥ ഉപയോഗം ഇതൊക്കെ ഡിസ്കവർ ചെയ്തത് എപ്പോഴാണ്, ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് തുടർന്ന് അല്ലെ. സിമെന്റ് ഒക്കെ കണ്ടുപിടിക്കുക. ഇന്നൊക്കെ നമുക്ക് സിമെന്റ് ഇല്ലാതെ എന്തെങ്കിലും ഒന്ന് ചെയ്യാം അല്ലെ, എന്തെങ്കിലും ഒന്ന് കെട്ടിപ്പടുത്തി ഉയർത്തണമെങ്കിലേ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ട് അല്ലെ. ഇതൊക്കെ അന്ന് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം വന്ന ഡിസ്കവറീസ് മൂലമാണ് നമുക്ക് ഇതൊക്കെ ചെയ്തെടുക്കാൻ സാധിക്കുന്നത് അല്ലെ. സോ നമുക്കിനി അടുത്ത് നോക്കാം ടെലിഗ്രാഫ് വയർ. അതാരാണ്, സാമുവൽ മോർസ് ആണ്. സാമുവൽ മോർസ് ആണ് ടെലിഗ്രാഫ് വയർ കണ്ടുപിടിച്ചത്. അതേപോലെ തന്നെ മെക്മില്ലൻ ആണ് എന്ത് കണ്ടുപിടിച്ചത്, മെക്മില്ലൻ ആണ് ബൈസൈക്കിൾ കണ്ടുപിടിച്ചത്. ഓക്കെ, ബൈസൈക്കിൾ ആണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ഇത്തരത്തിലുള്ള ഇന്നും നമുക്ക്
ആവശ്യമുള്ള ഇന്നും നമ്മുടെ കാലഘട്ടത്തിൽ ഭയങ്കര മൈൽ സ്റ്റോൺ ആയിട്ടുള്ള ഡിസ്കവറീസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് കണ്ടുപിടിച്ചത്. മനസ്സിലായല്ലോ? സോ നമുക്കിനി അടുത്തത് നോക്കാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലൂടെ എങ്ങനെയാണ് മിഡിൽ ക്ലാസ് എന്നുള്ള ഒരു ക്ലാസ് രൂപപ്പെട്ടത്. ഈ കാലഘട്ടത്തിന്റെ ടെക്നോളജീസിൽ വന്ന മാറ്റങ്ങൾ നോക്കി, ഡിസ്കവറീസ് ഏതൊക്കെയാ നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ സോഷ്യൽ ഇമ്പാക്ട്സ് ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇംഗ്ലണ്ടിലെ സോഷ്യൽ ഇമ്പാക്ട്സുകളാണ് നോക്കാൻ പോകുന്നത്. അതിപ്പോ ചുരുക്കി നമുക്ക് പറയുന്നത് എളുപ്പമാണ്. ഇമ്പാക്ട്സുകൾ അതായത് ഒരുപാട്, അതായത് കമ്പനീസ്, അതായത് ഫാക്ടറീസ് ഒക്കെ തുടങ്ങിയതിൽ പിന്നെ അതുവരെയും കൃഷിയായിരുന്ന അതായത് ഫാർമേഴ്സ് അല്ലെ, കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഫാർമേഴ്സ് എന്തായി, അവര് സിറ്റീസിലോട്ട് മാറി താമസിക്കുകയും ഇത്തരത്തിലുള്ള, അതായത് കൂലി ഒരുപാട് ലഭിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ഫാക്ടറികളിൽ പോയിട്ട് ജോലി ചെയ്യുകയുമാണ് അവര് ചെയ്തത്. മനസ്സിലായല്ലോ? അതോടുകൂടി തന്നെ ഇവിടെ വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞ മറ്റൊരു ക്ലാസ് കൂടെ രൂപപ്പെടുകയാണ്. ഓക്കെ, അതായത് അവിടെ ഫാർമേഴ്സ് ആയിട്ട് ജോലി ചെയ്തിരുന്ന ആൾക്കാർ ഇവിടെ ഫാക്ടറിയിൽ വന്നപ്പോൾ ഫാക്ടറിന്റെ വർക്കേഴ്സ് ആയിട്ട് മാറി. മനസ്സിലായല്ലോ? അങ്ങനെയാണ് ഇവിടെ എന്തായത്, വർക്കിംഗ് ക്ലാസ് എന്ന് പറഞ്ഞ പുതിയൊരു ക്ലാസ് രൂപം കൊള്ളത്. ഇനി നമുക്ക് നോക്കാം. അതായത് ഈ വർക്കേഴ്സ് മൈനിങ് ചെയ്യാനും ഫാക്ടറിന്റെ അല്ലറ ചില്ലറ പണികൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ ഫാർമേഴ്സ് നിന്നിരുന്നു. ഓക്കെ, സോ അവർക്ക് എന്തുകൊണ്ടും ആ ഫാർമിങ്ങിനേക്കാളും അവർക്ക് കൂലി ഈ ഒരു ജോലിയിൽ നിന്ന് കിട്ടും. ഓക്കെ, സോ കുടുംബത്തോടു കൂടി തന്നെ ആൾക്കാർ എന്തായി, സിറ്റീസിലോട്ട് മാറി ഇങ്ങനെ ജോലി ചെയ്യാൻ തുടങ്ങി. ഇതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിൽ ഇംഗ്ലണ്ടിൽ വന്ന പ്രധാനപ്പെട്ട ഇമ്പാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റുള്ള തരത്തിൽ ഒരു ഡ്രോബാക്ക് ഉണ്ട്. അതായത് യഥാർത്ഥത്തിൽ കോമൺ പീപ്പിൾസ്, ഓക്കെ, സാധാരണ ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, എങ്ങനെയാണ് ഈ ഫാക്ടറികളും ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷനും ഒക്കെ വരുമ്പോൾ എങ്ങനെയാണ് ഈ കോമൺ പീപ്പിൾസ് ഒക്കെ ഇടങ്ങേറാവുന്നത്? യഥാർത്ഥത്തിൽ ഫാക്ടറികളിൽ നിന്ന് വരുന്ന അഴുക്ക് വെള്ളം, മനസ്സിലായി? നമുക്കറിയാം ഫാക്ടറികളിൽ നിന്നും വരുന്ന അഴുക്ക് വെള്ളം ഇവർക്ക് കളയാൻ വേറെ മാർഗമില്ല. ഇത് എവിടെ കളയും എന്നുള്ള ഒരു ഐഡിയ ഇല്ല. കാരണം കെമിക്കൽസും എല്ലാം കുറച്ച്, അതായത് മനുഷ്യന് ഭീഷണിയാവുന്ന കുറച്ച് സാധനങ്ങളാണ്. അത് ഈ വർക്കേഴ്സിനും അറിയാം. പക്ഷെ അവർക്ക് വേറെ വഴിയില്ല. അവർ എന്ത് ചെയ്യേണ്ടി വന്നു? നദികളിലേക്ക് ഒഴുക്കേണ്ടി വന്നു. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ നദികളിലൂടെ ഒഴുകി വരുമ്പോ അവർക്ക് എന്തിനു സാധിച്ചില്ല? കുടിവെള്ളം മുട്ടി. മനസ്സിലായല്ലോ? കുടിക്കാനുള്ള വെള്ളം അവർക്ക് എന്തില്ല, ലഭിച്ചില്ല. അല്ലെ? ശരിയല്ലത്? അതായത് ഈ ഫാക്ടറികളിൽ നിന്ന് വരുന്ന അഴുക്ക് വെള്ളം ഇങ്ങനെ നദിയിലോട്ട് ഒഴുകി വിട്ടാൽ അത് കുടിക്കുന്ന ആൾക്കാർ, സാധാരണ ജനങ്ങൾക്ക് അത് വളരെയേറെ ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നു. അല്ലെ? സോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ. ഇത്തരത്തിൽ നല്ല രീതിക്കും എന്നാൽ മോശമായ രീതിക്കും ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ ഇമ്പാക്ട് നമുക്ക് ഇംഗ്ലണ്ടിൽ കാണാൻ സാധിച്ചിരുന്നു. മനസ്സിലായല്ലോ? സോ ഇത്തരത്തിലാണ്, അതായത് ഒരേപോലെ വർക്കിംഗ് ക്ലാസ്സും മിഡിൽ ക്ലാസ്സും രണ്ടും തന്നെ ഇവിടെ എമേർജ് ചെയ്ത് വന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഈ ലെസണിൽ. ഇനി നമുക്ക് നിങ്ങൾ ആ SLM വെച്ചൊന്ന് വായിച്ചു നോക്കുക, വായിച്ച് മനസ്സിലാക്കുക. മനസ്സിലാവും, എളുപ്പമുള്ള പാടാണ്. ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക. ഓക്കെ, സോ ഇനി ഇത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ